ഗ്ലൈക്കോജെനസിസ്. ഗ്ലൈക്കോജനെ സിന്തസിസ് ചെയ്യുന്ന മെറ്റബോളിക് പാത്വേക്ക് പറയുന്ന പേരാണ് ഗ്ലൈക്കോജെനസിസ്. സിന്തസിസ് ചെയ്യുന്ന പാത്വേ ആയതുകൊണ്ട് തന്നെ അതിനെന്ത് പറയാം? ഒരു അനാബോളിക് പാത്വേ ആണെന്ന് പറയാം. ഇനി എന്താണ് ഗ്ലൈക്കോജൻ? ഗ്ലൈക്കോജൻ എന്തിനാണ് സിന്തസിസ് ചെയ്യുന്നത്? ഗ്ലൈക്കോജൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്ലൈക്കോജൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഗ്ലൈക്കോജൻ ഈസ് ദി സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ അനിമൽ ബോഡി, സ്പെഷ്യലി ഇൻ ലിവർ ആൻഡ് മസിൽസ്. അനിമൽസിൻ്റെ ലിവറിലും മസിൽസിലും ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഗ്ലൈക്കോജൻ. അപ്പോൾ ഗ്ലൈക്കോജൻ എന്താണെന്ന് പറയാം? ഗ്ലൂക്കോസിൻ്റെ ഒരു പോളിമെറിക് ഫോമാണെന്ന് പറയാം. ഇനി എന്തിനാണ് ഇപ്പോൾ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? നമുക്ക് പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ നോക്കി നോക്കാം. പ്ലാന്റ്സിലെ ഫോട്ടോസിന്തസിസ് വഴിയായിട്ടുണ്ടാവുന്ന ഗ്ലൂക്കോസ് മോളിക്യൂളിനെ അവരെന്തായിട്ടാണ് കൺവേർട്ട് ചെയ്ത് വെക്കുന്നത്? സ്റ്റാർച്ചായിട്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അതെന്തിനായിരിക്കാം? പ്ലാന്റ്സിൻ്റെ എനർജിക്ക് ആവശ്യങ്ങൾക്ക് വരുമ്പോൾ അവർ സ്റ്റാർച്ചിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതേപോലെ തന്നെയാണ് അനിമൽസിൽ ഗ്ലൂക്കോസ് സ്റ്റാർച്ചിന് പകരം ഗ്ലൈക്കോജനായിട്ട് സൂക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഉദ്ദേശം മെയിനായിട്ട് എനർജി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കാനാണ്. ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചു, പിന്നെ നമ്മൾ കഴിക്കുന്നത് രാത്രിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഇൻ ബിറ്റ്വീൻ ടൈമിൽ ഗ്ലൂക്കോസിനെ ഡൈജഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ സ്റ്റോർ ചെയ്ത് നമ്മുടെ കയ്യിലൊരു സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ലേ? അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. നമ്മൾ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് ശരീരത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരം തളർന്നു പോകാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സെൽസും റെറ്റിനൽ സെൽസ്, RBC സെൽസൊക്കെ മെയിനായിട്ട് ഗ്ലൂക്കോസിനാണ് ഡിപ്പെൻഡ് ചെയ്യണത് എനർജിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു എനർജി അവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ തലയിറങ്ങി വീഴും, നമ്മൾ ക്ഷീണിക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത്തരം ആവശ്യമാണ് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യിക്കുന്നതിൻ്റെ മെയിൻ റീസൺ. ഇനി എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസായിട്ട് തന്നെ സ്റ്റോർ ചെയ്യാത്തത്, ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? അതിലൊരു റീസൺ നോക്കാം. നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ നോക്കാം. ഗ്ലൂക്കോസ് മോണോസാക്കറൈഡ് ആണ്. ഗ്ലൂക്കോസിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇത് മറ്റുള്ള എൻസൈംസുമായിട്ട് സൈറ്റോസോളിലുള്ള എൻസൈംസുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്നാൽ അത് ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബോണ്ട് ഫോം ചെയ്യും, അല്ലെ? പോളിമർ അല്ല, അപ്പോൾ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്തിട്ടാണ് ഗ്ലൈക്കോജൻ ഉണ്ടാവുക. അപ്പോൾ അത്തരം ബോണ്ട് ഫോർമേഷൻ ഇവയുടെ റിയാക്ടിവിറ്റീനെ മിനിമൈസ് ചെയ്യും. എന്നാൽ അത് മാത്രമല്ല, വേറെയും റീസൺസ് ഉണ്ട്. ബീയിങ് ഇൻസോളിബിൾ ഇറ്റ് എക്സേർട്ട് നോ ഓസ്മോട്ടിക് പ്രഷർ. വാട്ടറിൽ ഇൻസോളിബിൾ ആണ് ഗ്ലൈക്കോജൻ. അതുകൊണ്ട് തന്നെ സെൽസിലെ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് കണ്ടൻറ്റ്, അതിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. ഓസ്മോസിസ് എന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. ദെൻ ഗ്ലൂക്കോസിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്ലൈക്കോജൻ നല്ലൊരു എനർജി സ്റ്റോറേജ് ഫോമാണ്. ഹോർമോൺസിൻ്റെയും എൻസൈംസിൻ്റെയും പ്രസൻസിൽ പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഗ്ലൈക്കോജനുണ്ട്. ഇനി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൈക്കോജനാണ് സാധിക്കുള്ളൂ. മസിൽസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൈക്കോജന് കഴിയില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽസിൽ സ്റ്റോർ ചെയ്യുന്ന ഗ്ലൈക്കോജൻ മസിൽസിൻ്റെ ആക്ടിവിറ്റിക്കായിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മസിൽ കോൺട്രാക്ഷനൊക്കെ ATP ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ATP സിന്തസിസ് ചെയ്യാനാണ് മസിൽസിൽ സ്റ്റോർ ചെയ്യുന്ന ഗ്ലൈക്കോജനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജൻ മസിൽസിൽ വെച്ച് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുക. ആ ഒരു ഗ്ലൂക്കോസ് ഇൻ്റർമീഡിയറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഗ്ലൈക്കോളിസിസ് വഴി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലിവറിലുള്ള ഗ്ലൈക്കോജൻ്റെ റോൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് വൺ ഓഫ് ദി മെയിൻ റോൾ. ദെൻ ലിവറിലാണ് ഗ്ലൈക്കോജനെ സിന്തസിസ് ചെയ്യുകയും ചെയ്യുന്നത്, ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. രണ്ട് പ്രോസസ്സും ഒരുപോലെ ലിവറിൽ നടക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഗ്ലൈക്കോജനെ സ്റ്റോർ ചെയ്യും. ശരീരത്തിന് ഗ്ലൂക്കോസാണ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഇതിന് രണ്ടിനും മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന എൻസൈമാണ് ഒന്ന് ഇൻസുലിനും ദെൻ ഗ്ലൂക്കോഗോണും. ഇൻസുലിൻ്റെ റോൾ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻസുലിൻ ഹോർമോണിൻ്റെ ആക്ഷൻ വഴിയാണ് ഗ്ലൈക്കോളിസിസ് നടന്ന് ഗ്ലൂക്കോസ് മോളിക്യൂളിനെ
പൈറുവേറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റുക. അപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ആയ ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഇൻസുലിൻ ഹോർമോണിൻ്റെ ആക്ഷൻ കാരണം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയും ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്. എന്നാൽ ഗ്ലൂക്കോഗോണിന് നേരെ ഓപ്പോസിറ്റാണ്. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയുമ്പോൾ, അതായത് ഹൈപ്പോഗ്ലൈസേമിക് കണ്ടീഷൻസ് ആണ് ഉണ്ടാവണതെങ്കിൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി കൺവേർട്ട് ചെയ്യും. ഇനി ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇൻസുലിനാണ് ആക്ഷൻ ചെയ്യുക. ഇൻസുലിൻ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള മെക്കാനിസത്തിനെ ട്രിഗർ ചെയ്യും. അപ്പോൾ ഇതാണ് രണ്ട് ഹോർമോൺസിൻ്റെ ആക്ഷൻ. ഇനി എന്തൊക്കെയാണ് ബയോമെഡിക്കൽ ഇമ്പോർട്ടൻസ് നോക്കാം. ലിവർ ഗ്ലൈക്കോജൻ ഈസ് ലാർജ്ലി കൺസേൺഡ് വിത്ത് സ്റ്റോറേജ് ആൻഡ് സപ്ലൈ ഓഫ് ഗ്ലൂക്കോസ് 1-phosphate which is converted to glucose for maintenance of blood glucose level, particularly in between meals. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ബട്ട് ഇൻ ബിറ്റ്വീൻ മീൽസിൽ നമ്മളിപ്പോൾ ഒരു നേരം ഭക്ഷണം സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാണ് രാത്രി ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഗ്ലൂക്കോസ് 1-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്ത ലിവറിലുള്ള ഗ്ലൈക്കോജന് ഗ്ലൂക്കോസ് 1-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ഇത് ഈസി ആയിട്ട് ഗ്ലൈക്കോളിസിസിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഗ്ലൈക്കോളിസിസിലേക്കല്ല കേട്ടോ. ഗ്ലൈക്കോളിസിസ് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യാണ്. ഇവിടെ ഇൻ ബിറ്റ്വീൻ മീൽസിൽ നമുക്ക് ഗ്ലൂക്കോസിനെയാണ് ആവശ്യം. അത് ഗ്ലൂക്കോസ് 1-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് മോളിക്യൂളായിട്ട് സിന്തസിസ് ചെയ്യാനുള്ള പാത്വേക്ക് ട്രിഗർ ചെയ്യാൻ സാധിക്കുന്നു. ഇനി മസിൽ ഗ്ലൈക്കോജൻ ഓൺ ദി അതർ ഹാൻഡ് ആക്ട് ആസ് റെഡിലി അവൈലബിൾ സോഴ്സ് ഓഫ് ഇൻ്റർമീഡിയറ്റ്സ് ഓഫ് ഗ്ലൈക്കോളിസിസ്. മസിൽ ഗ്ലൈക്കോജൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യില്ല. എന്നാൽ മസിൽസിന് ATP പ്രൊഡക്ഷന് വേണ്ടി ഗ്ലൈക്കോളിസിസിനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആ ഗ്ലൈക്കോളിസിസിലേക്കുള്ള ഇൻ്റർമീഡിയറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ മസിൽ ഗ്ലൈക്കോജന് സാധിക്കും. ഈ ഒരു ഗ്ലൈക്കോജൻ മെറ്റബോളിസത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻസൈംസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഗ്ലൈക്കോജൻ പാത്വേ ഡിസോർഡറായി പോകാറുണ്ട്. അപ്പോൾ ആ ഒരു മെറ്റബോളിക് ഡിസോർഡറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് എന്ന് പറയുക. ഗ്ലൈക്കോജൻ പാത്വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻസൈംസിന് ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി കാരണം സംഭവിക്കുന്ന ഡിസീസാണ് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ്. രണ്ട് തരത്തിലാണ് ഗ്ലൈക്കോജൻ മെറ്റബോളിസം നടക്കുന്നത്. ഒന്ന് അനാബോളിക് പാത്വേ, അതായത് സിന്തറ്റിക് ഫേസ്, അത് ഗ്ലൈക്കോജെനസിസ്. ദെൻ കാറ്റബോളിക് പാത്വേ ബ്രേക്ക് ഡൗൺ പ്രോസസ്സ്, അതായത് ഗ്ലൈക്കോജീനോലൈസിസ്. എന്നാൽ ഇത് രണ്ടും നേരെ റിവേഴ്സ് പ്രോസസ്സല്ല. രണ്ടിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻസൈംസ് വേറെയാണ്. രണ്ടും ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. ഇനി എന്താണ് ഗ്ലൈക്കോജെനസിസ്? അതിൻ്റെ മെറ്റബോളിക് പാത്വേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഒരു ഓവർവ്യൂ നോക്ക്. ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് 6-phosphate, ദെൻ ഗ്ലൂക്കോസ് 1-phosphate, UDP ഗ്ലൂക്കോസ്, α1,4 ഗ്ലൈക്കോസിൽ യൂണിറ്റ് ഗ്ലൈക്കോജൻ. അപ്പോൾ ഇതാണ് ഗ്ലൈക്കോജൻ സിന്തസിസിൻ്റെ 6 സ്റ്റെപ്സ്. ഇതിൽ ഗ്രീൻ കളറിൽ എഴുതിയിട്ടുള്ള ഇതാണ് എൻസൈംസ്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻസൈംസ്. ഇനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണ് ഗ്ലൈക്കോജെനസിസ് എന്ന് ഒന്നും കൂടെ നോക്കാം. ഗ്ലൈക്കോജെനസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ഗ്ലൈക്കോജൻ്റെ സിന്തസിസാണ് ഗ്ലൈക്കോജെനസിസ്. ഇത് ലിവറിലും സ്കെൽറ്റൽ മസിലിലുമാണ് നടക്കുന്നത്. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ലിവർ ഗ്ലൈക്കോജൻ എമൗണ്ട് 4 to 6% ആണ്. ഗ്ലൈക്കോജൻ്റെ 4 to 6% ആ ഒരു കോൺസെൻട്രേഷൻ ലിവറിലാണ് ഗ്ലൈക്കോജനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതൽ. എന്നാൽ ലിവറിൻ്റെ സൈസും അതിൻ്റെ ഓർഗൻ്റെ വലുപ്പമൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ. മസിലിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മസിലാണ് ഒരുപാടുള്ളത്. അതുകൊണ്ട് പക്ഷേ മസിലിൽ 0.7% ആണ് ആ ഒരു കപ്പാസിറ്റി ഉള്ളത്. പക്ഷേ മസിൽ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ മസിലിലാണ് ഏറ്റവും കൂടുതൽ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യപ്പെടുക. ഇനി ഗ്ലൈക്കോജൻ പാത്വേയിലെ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Glucose is converted to glucose 6-phosphate by the enzyme hexokinase or glucokinase. അപ്പോൾ എന്താണ് ഹെക്സോകൈനേസ്? മസിലിലെ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-phosphate ആക്കാൻ ഉപയോഗിക്കുന്ന കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഹെക്സോകൈനേസ്. എന്നാൽ ലിവറിലാണെങ്കിൽ അത് ഗ്ലൂക്കോകൈനേസ് ആണ്. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കിനി പഠിക്കാം.
ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ബൈ ദി എൻസൈം ഹെക്സോകൈനേസ് ഇൻ മസിൽ ആൻഡ് ഗ്ലൂക്കോകൈനേസ് ഇൻ ലിവർ. ഇനി എന്താണ് കൈനേസ് എൻസൈമിൻ്റെ ഡ്യൂട്ടി? കൈനേസ് എൻസൈം ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ മറ്റൊരു സബ്സ്ട്രേറ്റിലേക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ, അപ്പോൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ അഡീഷൻ ഓർ റിമൂവൽ, ഇതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് കൈനേസ് എൻസൈം. അപ്പോൾ ഇവിടെ ഗ്ലൂക്കോസിൽ 6 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഈ 6ാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ മേലാണ് ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്തിട്ടുള്ളത്. അത് എവിടെ നിന്നാണ് ഫോസ്ഫേറ്റിനെ കിട്ടിയത്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ആ ഒരു പാത്വേയുടെ താഴെ എഴുതിയിട്ടുണ്ട് അല്ലേ. ATP ആണ് ഒരു ഫോസ്ഫേറ്റ്. ATPയിൽ 3 ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കോസിൻ്റെ 6th കാർബൺ ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഈ ട്രാൻസ്ഫറിന് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ 2 എൻസൈംസ് ആണ്. ദെൻ ATP എന്താണ്? 3 ഫോസ്ഫേറ്റിൽ നിന്ന് ഒരെണ്ണത്തിന് കൊടുത്തപ്പോൾ അതിന് പിന്നെ ബാക്കി 2 ഫോസ്ഫേറ്റേ ഉള്ളൂ. അപ്പോൾ ATP ഈസ് കൺവേർട്ടഡ് ടു ADP ആൻഡ് ദസ് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൽ മഗ്നീഷ്യം അയോണിൻ്റെ പ്രസൻസിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ബൈ ദി എൻസൈം ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അഡീഷൻ ഒന്നും നടന്നിട്ടില്ല, പക്ഷേ പൊസിഷൻ ചേഞ്ച് ആയിട്ടുണ്ടല്ലേ. ഗ്ലൂക്കോസിൻ്റെ 6th പൊസിഷനിലുള്ള 6th കാർബൺ ആറ്റത്തിലുണ്ടായിരുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് 1st കാർബൺ ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എൻസൈം ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണ് ഈ ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പാത്വേയിലെ നെക്സ്റ്റ് റിയാക്ഷനിൽ ഇവിടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഗ്ലൂക്കോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ടെമ്പററി ആണ്, അതുകൊണ്ട് തന്നെ അത് റെഡിലി കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ്. തേർഡ് സ്റ്റെപ്പ്, ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ഈസ് റിയാക്റ്റഡ് വിത്ത് 1 മോളിക്യൂൾ ഓഫ് UTP. ഇപ്പോൾ ATP പോലെ തന്നെ വേറൊരു ന്യൂക്ലിയോടൈഡാണ് UTP. UTPയുടെ ഫുൾ ഫോം എന്താണ്? യൂറിഡിൻ ട്രൈ ഫോസ്ഫേറ്റ്. അതിലെന്തുണ്ട്? 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ദെൻ ഈ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് UTP ആയിട്ട് റിയാക്ട് ചെയ്ത് UDP ഗ്ലൂക്കോസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ATPയിൽ എന്താ സംഭവിച്ചത്? ATP ഒരു ഫോസ്ഫേറ്റിനെയാണ് കൊടുത്തത്. എന്നാൽ ഇവിടെ UTP എന്താണ് ചെയ്തത്? UTPയിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്തിട്ട് യൂറിഡിൻ ഡൈഫോസ്ഫേറ്റിനെയാണ് ഇവിടെ ഗ്ലൂക്കോസിലേക്ക് കമ്പൈൻ ചെയ്യിപ്പിക്കാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ UDP ഗ്ലൂക്കോസ് പൈറോഫോസ്ഫോറിലേസ് എന്ന എൻസൈമാണ് ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്തത്. ഇവിടെ എന്താ സംഭവിച്ചത്? UTP മോളിക്യൂളിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്ത് ആ UDP മോളിക്യൂൾ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് UDP ഗ്ലൂക്കോസ് എന്ന പ്രൊഡക്റ്റ് ഫോം ചെയ്തു. കാറ്റലൈസ് ചെയ്തിരിക്കുന്ന എൻസൈം UDP ഗ്ലൂക്കോസ് പൈറോഫോസ്ഫോറിലേസ്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, ഗ്ലൈക്കോജൻ സിന്തേസ് എന്ന മെയിൻ എൻസൈം, നമ്മുടെ ഗ്ലൈക്കോജൻ സിന്തസിസ് പാത്വേയിലെ റെഗുലേറ്ററി എൻസൈമാണ് ഗ്ലൈക്കോജൻ സിന്തേസ്. അപ്പോൾ ഗ്ലൈക്കോജൻ സിന്തേസ് എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് കാർബണിലാണ് നമ്മുടെ UDP ഗ്ലൂക്കോസ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ടില്ലേ, ദെൻ 4th കാർബണിലെ ടെർമിനൽ ഗ്ലൂക്കോസ് റെസിഡ്യൂ ആയിട്ട് വേറെ ഗ്ലൂക്കോസ് മോളിക്യൂളിനെ, ഒരു ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് ഗ്ലൈക്കോജനിൽ നടക്കുന്നത്? ശരിക്കും എന്താ നടക്കേണ്ടത്? ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂളിനെ ബോണ്ട് ചെയ്തിട്ട് വലിയൊരു പോളിമറിനെ ഫോം ചെയ്യിക്കണം അല്ലേ. എന്നാൽ ഇവിടെ ഇത്രയും നേരമായിട്ട് ആകെ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ മാത്രമേ റിയാക്ഷൻ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി എന്ത് വേണം? അടുത്ത ഗ്ലൂക്കോസ് മോളിക്യൂളിനെ വന്നിട്ട് ആഡ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജൻ സിന്തസിസിൻ്റെ ആ ഒരു ഗ്ലൈക്കോജനായിട്ട് മാറാനുള്ള ആ ഒരു സ്റ്റെപ്പാണ് ഈ ഒരു 4th സ്റ്റെപ്പ്. ഇതിലെ UDP ഗ്ലൂക്കോസിൽ ഇവിടെ ബ്ലൂ കളറിൽ കാണിച്ചിട്ടില്ലേ, നമ്മുടെ ഗ്രീൻ കളറിലുള്ളതാണ് UDP ഗ്ലൂക്കോസ്. ഗ്ലൈക്കോജൻ സിന്തേസ് എന്ന എൻസൈം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് കാർബൺ ആറ്റും 4th കാർബൺ ആറ്റും തമ്മിൽ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോണ്ട് ഫോർമേഷനിലൂടെ ലീനിയർ ആയിട്ടുള്ളൊരു ചെയിൻ ഗ്ലൂക്കോസിൻ്റെ ലീനിയർ ചെയിൻ ഉണ്ടാവും.
അപ്പോൾ ഫസ്റ്റ് കാർബൺ ആറ്റവും ഫോർത്ത് കാർബൺ ആറ്റവും തമ്മിലാണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്യണത്. ആ ബോണ്ട് ഫോം ചെയ്യണതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഗ്ലൈക്കോജൻ സിന്തേസ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ നടക്കുന്നത് ഗ്ലൈക്കോജൻ പ്രൈമർ, ഒരു പ്രൈമറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പ്രൈമർ ഉണ്ടെങ്കിലാണ് ഇവിടെ ഈ ഒരു സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജൻ സിന്തസിസിനെ നടത്താൻ വേണ്ടി ഒരു ഗ്ലൈക്കോജൻ്റെ തന്നെ ഒരു പ്രൈമറിന് ആവശ്യമുണ്ടെന്ന്, ഗ്ലൈക്കോജൻ്റെ ഒരു ചെറിയൊരു റെസിഡ്യൂ. അപ്പോൾ ആ ഒരു റെസിഡ്യൂവിനെ പറയുന്ന പേരാണ് ഗ്ലൈക്കോജൻ പ്രൈമർ അല്ലെങ്കിൽ ഗ്ലൈക്കോജനിൻ എന്നും പറയും. ഒരു ഇനീഷ്യേഷന് വേണ്ടിയിട്ട്, ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഗ്ലൈക്കോജൻ പ്രൈമറിനെ യൂസ് ചെയ്യുന്നത്, ഗ്ലൈക്കോജൻ്റെ ഇനീഷ്യേഷന് വേണ്ടിയിട്ട്. ദെൻ എക്സിസ്റ്റിംഗ് ഗ്ലൈക്കോജൻ ചെയിൻ ക്യാൻ ബി റിപ്പീറ്റഡ്ലി എക്സ്റ്റെൻഡഡ് ബൈ 1 ഗ്ലൂക്കോസ് യൂണിറ്റ്. അപ്പോൾ ഈ ഒരു പ്രൈമറിൻ്റെയും കൂടെ പ്രസൻസിലാണ് ഗ്ലൈക്കോജൻ സിന്തേസ് നമ്മുടെ UDP ഗ്ലൂക്കോസിലേക്ക് ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂളിനെ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ആ ഒരു ലീനിയർ ചെയിൻ ഫോം ചെയ്യിക്കുന്നത്. ഇവിടെ 2 ATP മോളിക്യൂളിനെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗ്ലൈക്കോജെനസിസിൽ. ഒന്ന് ഗ്ലൂക്കോസ് മോളിക്യൂള് ഗ്ലൂക്കോസ് 6 മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിലും, ദെൻ അനദർ റീജനറേഷൻ ഓഫ് UDP മോളിക്യൂളിനെ UTP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ വേണ്ടിയിട്ട് 2 ATP മോളിക്യൂളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഫൈനൽ സ്റ്റെപ്പ് എന്താ നോക്കാം. ഇപ്പോൾ ലീനിയർ ചെയിൻ ഫോം ചെയ്തു, എന്നാൽ ഗ്ലൈക്കോജൻ ഒരു ലീനിയർ പോളിമർ അല്ല, അതിൽ ബ്രാഞ്ചിങ്ങും ഉണ്ട്. അപ്പോൾ ഇവിടെ ബ്രാഞ്ചിങ് വന്നിട്ടില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലീനിയർ ഇപ്പോൾ മിനിമം 11 ഗ്ലൂക്കോസ് മോളിക്യൂൾ ലീനിയർ ആയിട്ട് ബോണ്ട് ചെയ്തെന്ന് വിചാരിക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പാണ് ബ്രാഞ്ചിങ്. അപ്പോൾ ഈ ബ്രാഞ്ചിങ്ങിനെ കാറ്റലൈസ് ചെയ്യുന്നത് ബ്രാഞ്ചിങ് എൻസൈമാണ്. ഇപ്പോൾ ഇവിടെ നോക്ക്, ലീനിയർ ആയിട്ടുള്ള ഗ്ലൈക്കോജൻ ഉണ്ട്. UDP ഗ്ലൂക്കോസും ഗ്ലൈക്കോജൻ സിന്തേസ് എൻസൈമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ലീനിയർ സ്ട്രക്ചർ കണ്ടു. തേർഡ് സ്റ്റെപ്പിൽ ആ ഒരു റെഡ് കളറിലുള്ളതാണ് ലീനിയർ ആയിട്ടുള്ളത്. ദെൻ ഗ്ലൈക്കോജൻ ബ്രാഞ്ചിങ് എൻസൈം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 6 ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ ലീനിയർ ചെയിനിനെ കൊണ്ടുവന്ന് 6th കാർബൺ ആറ്റത്തിൽ, ഫസ്റ്റ് കാർബൺ ആറ്റും 6th കാർബൺ ആറ്റും തമ്മിലാണ് ബ്രാഞ്ചിങ് ഉണ്ടാവുക. ഫസ്റ്റ് കാർബൺ ആറ്റും 4th കാർബൺ ആറ്റും തമ്മിലാണ് ലീനിയർ ചെയിൻ ഫോം ചെയ്യിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്രാഞ്ചിങ് എൻസൈം എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്ലൂക്കോസ് റെസിഡ്യൂസിനെ കൊണ്ടുവന്ന് 6th കാർബൺ ആറ്റത്തുമായിട്ട് ബ്രാഞ്ച് ഫോം ചെയ്യിപ്പിക്കുകയാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ബ്രാഞ്ച് നിങ്ങൾക്ക് എന്താണെന്നറിയാം. അപ്പോൾ ആ ഒരു ബ്രാഞ്ചിങ് നടക്കുകയാണ്. ബ്രാഞ്ചിങ് ഏതൊക്കെ കാർബൺ ആറ്റം തമ്മിലാണ്? ഫസ്റ്റ് കാർബൺ ആറ്റും 6th കാർബൺ ആറ്റും തമ്മിലാണ് ബ്രാഞ്ചിങ് ഉണ്ടാവുന്നത്. ആ ഒരു ബോണ്ടിനെ പറയുന്ന പേരാണ് α16 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാണ് ആ ഒരു ബോണ്ടിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഇറ്റ് ട്രാൻസ്ഫേർഡ് എ പാർട്ട് ഓഫ് α14 ചെയിൻ. നമ്മൾ ഗ്ലൈക്കോജൻ സിന്തേസ് എൻസൈമാണ് ലീനിയർ ആയിട്ടുള്ള ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു പാർട്ട് ഓഫ് ചെയിനിനെ ബ്രാഞ്ചിങ് എൻസൈം ഗ്ലൂക്കോസ് അനദർ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു പാർട്ടിൻ്റെ മറ്റേ അനദർ പാർട്ടില്ലേ, ആ അനദർ പാർട്ടിലെ അതുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുകയാണ്. ബ്രാഞ്ച് പോലെ ബോണ്ട്സ് ഉണ്ടാക്കിക്കൊണ്ടാണ്. അപ്പോൾ അത് α16 ലിങ്കേജ് ആണ് ആ ഒരു ബോണ്ടിനെ പറയണത്. അപ്പോൾ ഇത്രയാണ് ഗ്ലൈക്കോജെനസിസ് ഉള്ളത്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് UDP ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. UDP ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കോജൻ സിന്തേസ് എൻസൈം വഴി ബ്രാഞ്ചിങ് ഓഫ് എന്താണ് ലീനിയർ ചെയിൻ ഫോം ചെയ്തു. ദെൻ ഈ 1,4 ലീനിയർ ചെയിൻ അഗെയിൻ ബ്രാഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി ബ്രാഞ്ചിങ് എൻസൈമിനെ ഡിപ്പെൻഡ് ചെയ്തു. ബ്രാഞ്ചിങ് എൻസൈം വഴി ഗ്ലൈക്കോജൻ ഫോം ചെയ്തു. ഇനി ഗ്ലൈക്കോജെനസിസിനെ ഏതൊക്കെ ഫാക്ടേഴ്സ് റെഗുലേറ്റ് ചെയ്യാം? ഗ്ലൈക്കോജെനസിസിലെ കീ എൻസൈമായിട്ട് നമ്മൾ പറഞ്ഞു ഗ്ലൈക്കോജൻ സിന്തേസ് ആണ് ഗ്ലൈക്കോജെനസിസിലെ റെഗുലേറ്ററി എൻസൈം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതെങ്ങനെയാണ് ആ ഒരു റെഗുലേഷൻ എന്നൊന്ന് നമുക്ക് നോക്കാം. ഗ്ലൈക്കോജെനസിസ് ആ ഒരു എൻസൈമിനെ, ഗ്ലൈക്കോജൻ സിന്തേസ് എൻസൈമിനെ 2 ഫോം ഉണ്ട്. ഒന്ന് ആക്റ്റീവ് ഫോമും ഒന്ന് ഇനാക്റ്റീവ് ഫോമും. അപ്പോൾ ആക്റ്റീവ് ഫോമിനെ നമ്മൾ ഗ്ലൈക്കോജൻ സിന്തേസ് A എന്നും ഇനാക്റ്റീവ് ഫോമിനെ
ഗ്ലൈക്കോജൻ സിന്തേസ് ബി എന്നും പറയുന്നു. അപ്പോൾ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് അഡീഷൻ കാരണം ഈ ഗ്ലൈക്കോജൻ സിന്തേസ് ഇനാക്റ്റീവ് ഫോമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇനാക്റ്റീവ് ഫോമായിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഗ്ലൈക്കോജൻ സിന്തസിസ് നടക്കില്ല, അവിടെ ലീനിയർ സ്ട്രക്ചർ ഫോം ചെയ്യില്ല. ലീനിയർ സ്ട്രക്ചർ ഫോം ചെയ്താൽ മാത്രമാണ് അടുത്ത മെയിൻ എൻസൈമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ലീനിയർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ റെസിഡ്യൂസ്, ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ബോണ്ട് ചെയ്യിക്കാനുള്ള മെയിൻ എൻസൈം അവിടെ ഇനാക്റ്റീവ് ആണെങ്കിൽ ഗ്ലൈക്കോജൻ സിന്തസിസ് നടക്കില്ല. ഇങ്ങനെയാണ് ഗ്ലൈക്കോജെനിസിസിനെ ഗ്ലൈക്കോജൻ സിന്തേസ് റെഗുലേറ്റ് ചെയ്യണത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലൈക്കോജൻ സിന്തസിസിനെ കൺട്രോൾ ചെയ്യിക്കണമെങ്കിൽ ഈ ഒരു എൻസൈം ആക്ടിവിറ്റീനെ കാറ്റലൈസ്, ആ ഒരു എൻസൈം ആക്ടിവിറ്റി നമുക്ക് കൺട്രോൾ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്താണ് ഗ്ലൈക്കോജൻ എന്ന് പഠിച്ചു. ഗ്ലൈക്കോജൻ സിന്തസിസിലെ പാത്വേസ് എന്തൊക്കെയാണ്, അവനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് എന്തൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞു.